മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ LDC +2 ഡിഗ്രി എന്നീ PSC പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ക്ലാസ്സസ് മുടങ്ങാതെ കാണുക. നമ്മൾ ഓൾറെഡി പദശുദ്ധി വാക്യശുദ്ധിയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, തീർച്ചയായും കാണുക. ഇപ്പോൾ പരിഭാഷയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പരിഭാഷ അല്ലെങ്കിൽ തർജ്ജമ? ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് തന്നിട്ട് അതിനെ മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യാനാണ്. രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്ന്, ഒരു ഇംഗ്ലീഷ് സെന്റൻസ് തന്നിട്ട് അതിൻ്റെ എക്സാക്റ്റ് മീനിങ്, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എഴുതാനായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് സെന്റൻസ് തന്നിട്ട് അതിൻ്റെ ശൈലി ഏതെന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ഫുൾ സ്കോർ മേടിക്കാനായി മലയാളം ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തുടർച്ചയായി കാണാനായിട്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഹോം പേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം ക്ലാസ്സസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തേത്, വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റിച്ചസ്. വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റിച്ചസ്. എന്താണ്? വിദ്യാധനം സർവധനാൽ പ്രധാനം. വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റിച്ചസ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. അടുത്തത്, വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. ലോകം അണ്വായുധത്തിന്റെ ഭീതിയിലാണ്. ലോകം അണ്വായുധത്തിന്റെ ഭീതിയിലാണ്. ഇവിടെ അണ്വായുധം നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അണുവായുധമല്ല, അണ്വായുധമാണ്. വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. ലോകം അണ്വായുധത്തിന്റെ ഭീതിയിലാണ്. അടുത്തത്, ഹു ഹാസ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഹാസ് ഓൾസോ ലോസ്റ്റ് ഓൾ ഫിയർ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവന് എല്ലാ ഭയവും നഷ്ടപ്പെടുന്നു. ഹു ഹാസ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഹാസ് ഓൾസോ ലോസ്റ്റ് ഓൾ ഫിയർ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവന് എല്ലാ ഭയവും നഷ്ടപ്പെടുന്നു. അടുത്തത്, ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആളേറിയാൽ പാമ്പ് ചാവില്ല. ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. ആളേറിയാൽ പാമ്പ് ചാവില്ല. അടുത്തത്, ടു സ്മെല്ലി എ റാറ്റ്. ടു സ്മെല്ലി എ റാറ്റ്. ഇവിടെ റാറ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എലിയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല വരുന്നത്. എന്തോ ചീഞ്ഞ് മണക്കുന്നുണ്ട് എന്നൊക്കെ പറയാറില്ലേ, സംശയാസ്പദമായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടു സ്മെല്ലി എ റാറ്റ്, സംശയാസ്പദം. അടുത്തത്, there is no smoke without fire. there is no smoke without fire. തീയില്ലാതെ പുകയില്ല. there is no smoke without fire. തീയില്ലാതെ പുകയില്ല. അടുത്തത്, his marriage was the turning point in his life. his marriage was the turning point in his life. his marriage, അവൻ്റെ വിവാഹം അവൻ്റെ ജീവിതത്തിൽ, in his life, അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഹിസ് മാരേജ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ വിവാഹം അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. അടുത്തത്, ഐ വാസ് ടേക്കൺ എബാക്ക് ടു സീ മൈ റിസൾട്ട്. ഐ വാസ് ടേക്കൺ എബാക്ക് ടു സീ മൈ റിസൾട്ട്. എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. ഐ വാസ് ടേക്കൺ എബാക്ക് ടു സീ മൈ റിസൾട്ട്. എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. അടുത്തത്, ആസ് യു സോ സോ ഷാൾ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. ആസ് യു സോ സോ ഷാൾ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. അടുത്തത്, എ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. അടുത്തത്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. ടൈം ആൻഡ് ടൈഡ്, കാലവും തിരമാലയും. ടൈം ആൻഡ് ടൈഡ്, കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. വെയിറ്റ് ഫോർ നോ മാൻ, ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അടുത്തത്, ദ കോർട്ട് സെറ്റ് എസൈഡ് ദി വേർഡിക്റ്റ് ഓഫ് ദി ജൂറി. വേർഡിക്റ്റ് എന്താ അർത്ഥം വരുന്നത്? വിധി. ദ കോർട്ട് സെറ്റ് എസൈഡ് ദി വേർഡിക്റ്റ് ഓഫ് ദി ജൂറി. കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. ഒന്നുകൂടെ നോക്കാം. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. അടുത്തത്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അടുത്തത്, ദ കോർട്ട് സെറ്റ് എസൈഡ് ദി വേർഡിക്റ്റ് ഓഫ് ദി ജൂറി. കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. അടുത്തത്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഏതൊരു കാര്യവും നമ്മൾ മെല്ലെ മെല്ലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ, അത് എളുപ്പത്തിൽ നേടാൻ സാധിക്കും. PSCക്ക് വേണ്ടിയിട്ട് കുറച്ചായിട്ട് നമ്മൾ പഠിച്ചെടുക്കുക. അവസാനം നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അടുത്തത്, എ ബേർഡ്സ് ഐ വ്യൂ. എ ബേർഡ്സ് ഐ വ്യൂ, വിഹഗ വീക്ഷണം.
ബേർഡ് എന്ന് വെച്ചാൽ എന്താ? ബേർഡ് എന്ന് വെച്ചാൽ പക്ഷിയാണ്. ഐ വ്യൂ എന്ന് വെച്ചാൽ എന്താ? നോട്ടമാണ്, പക്ഷിയുടെ നോട്ടം. അത് തന്നെയാണ് ഇവിടെ വരുന്നത് വിഹകം എന്ന് വെച്ചാൽ പക്ഷിയാണ്. വീക്ഷണം എന്താണ്? വീക്ഷണം നോട്ടമാണ്, പക്ഷിയുടെ നോട്ടം. എ ബേർഡ്സ് ഐ വ്യൂ, വിഹക വീക്ഷണം. അടുത്തത് കിക്ക് ദ ബക്കറ്റ്. ഇവിടെ കിക്ക് ദ ബക്കറ്റ് എന്നത് ബക്കറ്റ് ചവിട്ടുക എന്നല്ല, മരിക്കുക ഒരു ശൈലിയാണ്. കിക്ക് ദ ബക്കറ്റ് എന്താണ്? മരിക്കുക എന്നാണ് വരുന്നത്. അടുത്തത് ഐവറി ടവർ ദന്തഗോപുരം. അടുത്തത് കൗണ്ട് ബ്ലോസ് ഉരുളയ്ക്കുപ്പേരി. അടുത്തത് ഹോം ട്രൂത്ത് അപ്രിയ സത്യം. നേക്കഡ് ട്രൂത്ത് നഗ്ന സത്യം. ഹോം ട്രൂത്ത് അപ്രിയ സത്യം. ഒന്നുകൂടെ നോക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാം പനയും തിന്നാം. എ ബേർഡ്സ് ഐ വ്യൂ വിഹക വീക്ഷണം. കിക്ക് ദ ബക്കറ്റ് മരിക്കുക. ഐവറി ടവർ ദന്തഗോപുരം. കൗണ്ട് ബ്ലോസ് ഉരുളയ്ക്കുപ്പേരി. ഹോം ട്രൂത്ത് അപ്രിയ സത്യം. നേക്കഡ് ട്രൂത്ത് നഗ്ന സത്യം. അടുത്തത് തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് വെച്ചാൽ സർവ്വവും ശിഥിലമാകുന്നു, സർവ്വതും നശിച്ചു പോവുകയാണ്. തിങ്സ് ഫാൾ അപ്പാർട്ട് സർവ്വവും ശിഥിലമാകുന്നു. അടുത്തത് ഗീവ് ദ സ്ലിപ്പ് എന്നാൽ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. അടുത്തത് പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യമാണ്. മനസാന്നിധ്യം. അടുത്തത് വാക്സിംഗ് ആൻഡ് വാനിങ് എന്ന് വെച്ചാൽ വൃദ്ധിക്ഷയങ്ങൾ. അടുത്ത എസ്കേപ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പ കടന്നു രക്ഷപ്പെട്ടു, ഓടി ഒളിച്ചു. എസ്കേപ്ഡ് പമ്പ കടന്നു ഒരു ശൈലിയായിട്ടാണ് വരിക, പമ്പ കടന്നു. അടുത്തത് ടു ഗോ ഓൺ തുടരുക. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ നീട്ടിവെക്കുക. സീറോ അവർ ശൂന്യവേള. സീറോ എന്ന് വെച്ചാൽ എന്താ? ശൂന്യമാണല്ലേ. 0 അവർ ശൂന്യവേള. ഒന്നുകൂടെ നോക്കാം. തിങ്സ് ഫാൾ അപ്പാർട്ട് സർവ്വവും ശിഥിലമാകുന്നു. ഗീവ് ദ സ്ലിപ്പ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം. വാക്സിംഗ് ആൻഡ് വാനിങ് വൃദ്ധിക്ഷയങ്ങൾ. എസ്കേപ്ഡ് പമ്പ കടന്നു. ടു ഗോ ഓൺ തുടരുക. പുട്ട് ഓഫ് നീട്ടിവെക്കുക. 0 അവർ ശൂന്യവേള. പഠിച്ചില്ലേ? അടുത്തത് നോക്കാം. ഹെർക്കുലിയൻ ടാസ്ക് എന്നാൽ ഭഗീരഥ പ്രയത്നം, കഠിനമായ ജോലി. ഹെർക്കുലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം, കഠിനമായ ജോലിയാണ്. അടുത്തത് പീപ്പിൾസ് പ്ലാൻ ജനകീയാസൂത്രണം. അടുത്ത ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി. മേക്ക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ മുട്ടുശാന്തി, അത്യാവശ്യം നിറവേറ്റാൻ ഒരാൾക്ക് പകരം മറ്റൊരാളെ നിയമിക്കുന്നത്, മുട്ടുശാന്തി, മേക്ക് ഷിഫ്റ്റ്. അടുത്തത് ഫ്ലാഷ് ഇൻ ദ പാൻ ആരംഭശൂരത്വം. അടുത്ത ഗോഡിയൻ നോട്ട് എന്ന് വെച്ചാൽ ഊരാക്കുടുക്ക്. അടുത്ത കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ പ്രശംസ. അതുപോലെ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് ഉണ്ട്, വിപരീതാർത്ഥ പ്രശംസ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് വിപരീതാർത്ഥ പ്രശംസ, കോംപ്ലിമെന്റ് പ്രശംസ. ഒന്നുകൂടെ നോക്കാം. ഹെർക്കുലിയൻ ടാസ്ക് എന്താണ്? ഭഗീരഥ പ്രയത്നം. പീപ്പിൾസ് പ്ലാൻ ജനകീയാസൂത്രണം. ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി. മേക്ക് ഷിഫ്റ്റ് മുട്ടുശാന്തി. ഫ്ലാഷ് ഇൻ ദ പാൻ ആരംഭശൂരത്വം. ഗോഡിയൻ നോട്ട് ഊരാക്കുടുക്ക്. ഊരാക്കുടുക്ക് എന്ന് വെച്ചാൽ എന്താ? അഴിയാത്ത കുടുക്ക്, അഴിക്കാൻ പറ്റാത്ത കുടുക്കാണ് ഊരാക്കുടുക്ക്. അടുത്ത കോംപ്ലിമെന്റ് പ്രശംസ. അടുത്തത് ടോക്കൺ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ എന്താണ്? സൂചന പണിമുടക്കാണ്. ടോക്കൺ സ്ട്രൈക്ക് സൂചന പണിമുടക്ക്. ഇപ്പം ഒരു പണിമുടക്ക് വരികയാണ്, അതായത് ഒരു സ്ട്രൈക്ക് വരുമ്പോൾ ഒരു സൂചന കൊടുക്കാറുണ്ട്, ഒരു ടോക്കൺ പോലെ കൊടുക്കാറുണ്ട്. ഇന്ന ദിവസം സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഒരു പണിമുടക്ക് ഉണ്ടായിരിക്കുന്നതാണെന്ന് ഒരു സൂചന കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ടോക്കൺ സ്ട്രൈക്ക്. പണിമുടക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സൂചന കൊടുത്തെന്ന് ഓർമ്മിക്കുക. സൂചന പണിമുടക്ക്, ടോക്കൺ സ്ട്രൈക്ക്, സൂചന പണിമുടക്ക്. അടുത്ത ബ്ലാക്ക് ലെഗ് എന്നാൽ കരിങ്കാലിയാണ്. ഓപ്ഷനിൽ കറുത്ത കാലെന്നുണ്ടാവും, അപ്പൊ കറുത്ത കാലല്ല ബ്ലാക്ക് ലെഗ്, കരിങ്കാലിയാണ്. കരിങ്കാലി എന്നാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം. അതായത് ഒറ്റ കൊടുക്കുന്ന ആളാണ് കരിങ്കാലി. ഓർത്ത് വെക്കുക, കരിങ്കാലി. അടുത്തത് ബ്ലാക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ കരിഞ്ചന്ത കള്ളക്കച്ചവടം. അതായത് ഇപ്പൊ ചെറിയ വിലയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഒളിപ്പിച്ച് വെച്ച് വലിയ വിലയ്ക്ക് വിൽക്കുന്ന ഒരു കള്ളക്കച്ചവടമാണ് എന്ത്? കരിഞ്ചന്ത എന്ന് പറയുന്നത്. ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത, ബ്ലാക്ക് ലെഗ് കരിങ്കാലി. അടുത്തത് ദ എൻഡ് എന്ന് വെച്ചാൽ
ഭരതവാക്യം അവസാന വാക്കാണ്. ദ എൻഡ് അവസാന വാക്ക് ഭരതവാക്യം. അടുത്തത് എ ഹോട്ട് പൊട്ടാറ്റോ. എ ഹോട്ട് പൊട്ടാറ്റോ സങ്കീർണമായ പ്രശ്നം. ഹോട്ട് പൊട്ടാറ്റോ സങ്കീർണമായ പ്രശ്നം. അടുത്തത് കരിക്കേച്ചർ. കരിക്കേച്ചർ എന്താ? തൂലികാ ചിത്രം. കരിക്കേച്ചർ തൂലികാ ചിത്രം. ഒന്നുകൂടെ നോക്കാം. ടോക്കൺ സ്ട്രൈക്ക് എന്താ? സൂചന പണിമുടക്ക്. പണിമുടക്കിന് മുമ്പായിട്ട് ഒരു സൂചന കൊടുക്കുകയാണ്. അടുത്ത ബ്ലാക്ക് ലെഗ് കരിങ്കാലിയാണ്. ബ്ലാക്ക് മാർക്കറ്റ് എന്താണ്? കരിഞ്ചന്തയാണ്. ബ്ലാക്ക് മാർക്കറ്റും ബ്ലാക്ക് ലെഗും മറന്നു പോകരുത്, കാരണം കറുത്ത കാലെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാൻ പാടില്ല. അടുത്തത് ദ എൻഡ്. ദ എൻഡ് ചോദിക്കാറുണ്ട്. ഭരതവാക്യമാണ്. എ ഹോട്ട് പൊട്ടാറ്റോ എന്താണ്? സങ്കീർണമായ പ്രശ്നം. കരിക്കേച്ചർ എന്താ? തൂലികാ ചിത്രം. അടുത്തത് എ ഡൗട്ടിംഗ് തോമസ്. എ ഡൗട്ടിംഗ് തോമസ് എന്താ? സംശയാലു. ഡൗട്ടിംഗ് തോമസ് സംശയാലു. ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഡൗട്ട് ഇവിടെ വരുന്നുണ്ട്. ഡൗട്ട് എന്ന് വെച്ചാൽ എന്താ? സംശയമാണ്. എ ഡൗട്ടിംഗ് തോമസ് അപ്പം എന്താണ്? സംശയാലു. അടുത്തത് അരോഗൻസ്. അരോഗൻസ് എന്ന് വെച്ചാൽ തലക്കനം. തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. അരോഗൻസ് തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. അടുത്ത ബുക്ക് വോം. ബുക്ക് വോം എന്താ? പുസ്തകപ്പുഴു. ബുക്ക് എന്ന് വെച്ചാൽ പുസ്തകമാണ്. വോം എന്താ? പുഴു. ബുക്ക് വോം പുസ്തകപ്പുഴു. അടുത്തത് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ സൂക്ഷിപ്പുകാരൻ. കസ്റ്റോഡിയൻ സൂക്ഷിപ്പുകാരൻ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ. ഡേ ബൈ ഡേ. ഡേ ബൈ ഡേ എന്താ? ദിനം പ്രതി. എസ്കേപ്ഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എസ്കേപ്ഡ് പമ്പ കടന്നു. എ ഡൗട്ടിംഗ് തോമസ് സംശയാലു. അരോഗൻസ് തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. ബുക്ക് വോം പുസ്തകപ്പുഴു. കസ്റ്റോഡിയൻ സൂക്ഷിപ്പുകാരൻ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ. ഡേ ബൈ ഡേ ദിനം പ്രതി. എസ്കേപ്ഡ് പമ്പ കടന്നു. അടുത്തത് ആഡ് ഫ്യൂവൽ ടു ദി ഫയർ. എരിതീയിൽ എണ്ണ ഒഴിക്കുക. ഫ്യൂവൽ എന്താ? എണ്ണയാണ്. ഫയർ എന്താണ്? തീയാണ്. എരിതീയിൽ എണ്ണ ഒഴിക്കുക. അടുത്തത് ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി. ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി. നിങ്ങളൊരു PSC പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നില്ല, വളരെ കഷ്ടമായിട്ടേ തോന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? വളരെ ഈസി ആയിട്ടാണ് തോന്നുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നില്ല, പക്ഷെ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ടാണ് തോന്നുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി. എളുപ്പം എന്ന് മനസ്സിലാകുന്നത് വരെ എല്ലാ കാര്യങ്ങളും പ്രയാസം നിറഞ്ഞതാണ്. എളുപ്പം എന്ന് മനസ്സിലാകുന്നത് വരെ എല്ലാ കാര്യങ്ങളും പ്രയാസം നിറഞ്ഞതാണ്. അടുത്തത് ഇറ്റ് ഈസ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ്. അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നത്ര മധുരമുള്ളതാണ്. ഇറ്റ് ഈസ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ്. അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നത്ര മധുരമുള്ളതാണ്. അടുത്തത് നത്തിങ് വെഞ്ചർ നത്തിങ് ഹാവ്. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല. സത്യമുള്ള കാര്യമല്ലേ? നമുക്ക് കഷ്ടപ്പെടാതെ ഒന്നും ജീവിതത്തിൽ നേടാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ എക്സാമിൻ്റെ കാര്യവും. നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടുള്ളൂ അല്ലേ? നത്തിങ് വെഞ്ചർ നത്തിങ് ഹാവ്. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല. അടുത്തത് വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ്. വെൻ ഐ സോ ഹിം ഇവിടെ എന്താണ് വരുന്നത്? പാസ്റ്റ് ടെൻസ് ആണല്ലേ? ഐ സോ ഹിം. വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ്. ഞാൻ അവനെ കണ്ടപ്പോൾ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. വെൻ ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അടുത്തത് ടു മെനി ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. ടു മെനി ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. അധികമായാൽ അമൃതും വിഷം. ടു മെനി ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. ഇതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസും നിങ്ങൾ പഠിച്ചു വെക്കുക, മലയാളം വാക്യങ്ങളും പഠിച്ചു വെക്കണം. കാരണം രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ മലയാള വിവർത്തനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ മലയാളം വാക്യം തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ഏതാണെന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കുന്നത് കൊണ്ട് രണ്ടും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടുത്തത് യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ്. യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ്. റിജക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? തള്ളിക്കളയുക, നിരസിക്കുക അല്ലെ? താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു. താങ്കളുടെ അപേക്ഷ. ആപ്ലിക്കേഷൻ എന്താണ്? അപേക്ഷയാണ്. റിജക്റ്റഡ് എന്താണ്? നിരസിക്കുകയാണ്. യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ്. താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു. യു ആർ അപ്പോയിന്റഡ് ഫോർ ദിസ് പോസ്റ്റ്. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റഡ്. അടുത്തത് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിന് നീയാണ് ഉത്തരവാദി. റെസ്പോൺസിബിലിറ്റി എന്താ? ഉത്തരവാദിത്വം. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഉത്തരവാദി. ഇതിന് നീയാണ് ഉത്തരവാദി. യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് എന്താണ്?
താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു. യു ആർ അപ്പോയിന്റഡ് ഫോർ ദിസ് പോസ്റ്റ് എന്താണ്, താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്താണ്, ഇതിന് നീയാണ് ഉത്തരവാദി. അടുത്തത് ഐ ആം അഫ്രൈഡ് ഐ കാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഐ ആം അഫ്രൈഡ് ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അടുത്തത് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ, ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ, ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. അടുത്തത് എ ഫെയർ വെദർ ഫ്രണ്ട്, എ ഫെയർ വെദർ ഫ്രണ്ട് എന്ന് വെച്ചാൽ ആപത്തിൽ ഉതകാത്ത സുഹൃത്ത്. എ ഫെയർ വെദർ ഫ്രണ്ട്, ആപത്തിൽ ഉതകാത്ത സുഹൃത്ത്. അടുത്തത് ഹിസ്റ്ററി ഈസ് ദി എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ്, ഹിസ്റ്ററി ഈസ് ദി എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ്, അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം, അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. അടുത്തത് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്, ചെല്ലം പെരുത്താൽ ചിതലരിക്കും, നമ്മൾ വടി കൊണ്ട് അടിക്കേണ്ട സ്ഥാനത്ത് വടി കൊണ്ട് തന്നെ അടിക്കണം. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്, ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഡു യു ഗെറ്റ് മീ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അടുത്തത് നോക്കാം. ഹി പുട്ട് ഔട്ട് ദി ലാമ്പ്, ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്ന് വെച്ചാൽ അവൻ വിളക്കെടുത്ത് എറിഞ്ഞു എന്നല്ല. ഹി പുട്ട് ഔട്ട് ദി ലാമ്പ്, അവൻ വിളക്കണച്ചു, അവൻ വിളക്കണച്ചു എന്നാണ് വരുന്നത്. ഹി പുട്ട് ഔട്ട് ദി ലാമ്പ്, അവൻ വിളക്കണച്ചു. അടുത്തത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, കപട സുഹൃത്ത്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, കപട സുഹൃത്ത്. ആപ്പിൾ ഇൻ വൺ സൈ, ആപ്പിൾ ഇൻ വൺ സൈ എന്താണ്, കണ്ണിലുണ്ണി, ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കണ്ണിലുണ്ണി. അടുത്തത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് തർക്ക വിഷയം, മാറിപ്പോവരുത്. ആപ്പിൾ ഇൻ വൺ സൈ എന്താണ്, കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് തർക്ക വിഷയം. അടുത്തത് പോയറ്റിക് ട്രിനിറ്റി, കവിത്രയം. പോയറ്റിക് ട്രിനിറ്റി കവിത്രയം. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, വിറ്റ്നസ് സാക്ഷി. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം. എ ബോസം ഫ്രണ്ട്, എ ബോസം ഫ്രണ്ട് എന്താ, പ്രാണസ്നേഹിതൻ, അതായത് ആത്മാർത്ഥ സുഹൃത്ത്, ഉറ്റ സുഹൃത്ത്. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്താണ്, അവൻ വിളക്കണച്ചു. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, കപട സുഹൃത്ത്. ആപ്പിൾ ഇൻ വൺ സൈ, കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് തർക്ക വിഷയം. പോയറ്റിക് ട്രിനിറ്റി കവിത്രയം. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം. എ ബോസം ഫ്രണ്ട് പ്രാണസ്നേഹിതൻ. അടുത്തത് നോ മാൻ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്, ഇരു തോണിയിൽ കാലുവെക്കരുത്. നോ മാൻ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്, ഇരു തോണിയിൽ കാലുവെക്കരുത്. അടുത്തത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്തത് ലിവിങ് ഡെത്ത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് ഡെത്ത് എന്ന് വെച്ചാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അടുത്ത ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, വിപരീതാത്മ പ്രശംസ. ഒന്നുകൂടെ നോക്കാം. നോ മാൻ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്, ഇരു തോണിയിൽ കാലുവെക്കരുത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ലിവിങ് ഡെത്ത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, വിപരീതാർത്ഥ പ്രശംസ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വിപരീതാത്മ പ്രശംസ. കോംപ്ലിമെന്റ് പ്രശംസ, ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് വിപരീതാത്മ പ്രശംസ. അടുത്തത് മെനി എ ലിറ്റിൽ മേക്സ് എ മിക്കിൾ. മെനി എ ലിറ്റിൽ, കുറച്ച് വെള്ളം അല്ലെ. മെനി എ ലിറ്റിൽ മേക്സ് എ മിക്കിൾ, പല തുള്ളി പെരുവെള്ളം. ലിറ്റിൽ കുറച്ച്. മെനി എ ലിറ്റിൽ മേക്സ് എ മിക്കിൾ, പല തുള്ളി പെരുവെള്ളം. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. അടുത്തത് ടൈം ഹീൽസ് ഓൾ വൂൺസ്, കാലം എല്ലാ മുറിവുകളും ഉണക്കും. ടൈം ഹീൽസ് ഓൾ വൂൺസ്, കാലം എല്ലാ മുറിവുകളും ഉണക്കും. അടുത്തത് ദി റിവോൾട്ട് ഓഫ് 1857 വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1857 കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നാഴികക്കല്ലായിരുന്നു. ദ റിവോൾട്ട് ഓഫ് 1857 വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അടുത്തത് ടു റൈസ് ടു ദ ഒക്കേഷൻ, സന്ദർഭാനുസരണം പ്രവർത്തിക്കുക. എന്താണ് ടു റൈസ് ടു ദ ഒക്കേഷൻ എന്ന് വെച്ചാൽ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക. അടുത്തത് ലിറ്റിൽ സ്ട്രോക്ക് ഫീൽ ഗ്രേറ്റ് ഓക്സ്, അടി തെറ്റിയാൽ ആനയും വീഴും. ലിറ്റിൽ സ്ട്രോക്ക് ഫീൽ ഗ്രേറ്റ് ഓക്സ്, അടി തെറ്റിയാൽ ആനയും വീഴും. അടുത്തത് ടു ഈറ്റ് വൺസ് ഹാർട്ട് ഔട്ട്, നിശബ്ദമായി സഹിക്കുക. ടു ഈറ്റ് വൺസ് ഹാർട്ട് ഔട്ട്, നിശബ്ദമായി സഹിക്കുക. അടുത്തത്
ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്, കൈയോടെ പിടികൂടുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്, കൈയോടെ പിടികൂടുക. അടുത്ത നോക്കാം, ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ പാർപ്പിടം. ഹാബിറ്ററ്റ് പാർപ്പിടമാണ്. ഹസ്റ്റിൽ ആൻഡ് ബസ്റ്റിൽ. ഹസ്റ്റിൽ ആൻഡ് ബസ്റ്റിൽ തിക്കും തിരക്കും. ഹാബിറ്ററ്റ് എന്താണ്? പാർപ്പിടമാണ്. ഹസ്റ്റിൽ ആൻഡ് ബസ്റ്റിൽ തിക്കും തിരക്കും. അടുത്ത നോ റോസ് ഈസ് വിത്തൗട്ട് എ തോൺ. അതായത് മുള്ളുകളില്ലാതെ റോസ് ചെടി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയാണ് കളയില്ലാതെ വിളയില്ല. നോ റോസ് ഈസ് വിത്തൗട്ട് എ തോൺ, കളയില്ലാതെ വിളയില്ല. അടുത്തത് വൺ ഹൂ ഈസ് ഡ്രൈവൻ ടു ദ വാൾ, ഗതികെട്ടവൻ. വൺ ഹൂ ഈസ് ഡ്രൈവൻ ടു ദ വാൾ, ഗതികെട്ടവൻ. അടുത്തത് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, സമഗ്രമായി അന്വേഷിക്കുക. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, സമഗ്രമായി അന്വേഷിക്കുക. അടുത്തത് നോക്കാം. അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, ദ ബോട്ട് ഗ്രാജുവലി ഗ്യാതേർഡ് വേ. ഓപ്ഷൻ എ, ബോട്ട് ക്രമേണ വഴി മാറിപ്പോയി. ഓപ്ഷൻ ബി, ക്രമേണ ബോട്ട് നേരായ വഴിയിലെത്തി. ഓപ്ഷൻ സി, ബോട്ട് നേരായ വഴിയിലൂടെ പോയി. ഓപ്ഷൻ ഡി, ബോട്ടിന് ക്രമേണ വേഗത കൂടി. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പരിഭാഷ ഏതാണ് വരുന്നത്? ദ ബോട്ട് ഗ്രാജുവലി ഗ്യാതേർഡ് വേ. ഇവിടെ എക്സാക്ട് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെന്റൻസിന്റെ എക്സാക്ട് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, ദ പോലീസ് റാൻ ഡൗൺ ദ ക്രിമിനൽ. പോലീസ് കുറ്റവാളിയെ തുരത്തി ഓടിച്ചു. പോലീസ് കുറ്റവാളിയെ ഓടിച്ചു പിടിച്ചു. പോലീസ് കുറ്റവാളിയെ താഴേക്ക് ഓടിച്ചു. കുറ്റവാളി പോലീസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ദ പോലീസ് റാൻ ഡൗൺ ദ ക്രിമിനൽ. ഏതാണ് വരുന്നത്? പോലീസ് കുറ്റവാളിയെ താഴേക്ക് ഓടിച്ചു. പോലീസ് കുറ്റവാളിയെ താഴേക്ക് ഓടിച്ചു. അടുത്തത്, ഫൈനലി ഹി ഫെൽ ഇൻ വിത്ത് മൈ പ്ലാൻ. ഒടുവിൽ എൻ്റെ പദ്ധതിയിൽ അവൻ വീണുപോയി. ഒടുവിൽ എൻ്റെ പദ്ധതിയോട് അവൻ വിയോജിച്ചു. ഒടുവിൽ അവൻ എൻ്റെ പദ്ധതിയോട് യോജിച്ചു. ഒടുവിൽ എൻ്റെ പദ്ധതി അവൻ ഉപേക്ഷിച്ചു. ഫൈനലി ഹി ഫെൽ ഇൻ വിത്ത് മൈ പ്ലാൻ. ഒടുവിൽ അവൻ എൻ്റെ പദ്ധതിയോട് യോജിച്ചു. ഒടുവിൽ അവൻ എൻ്റെ പദ്ധതിയോട് യോജിച്ചു. അടുത്തത്, ഔദ്യോഗികമായ കത്തിടപാടുകളിൽ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വേറൊരു രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ കത്തിടപാടുകളിൽ സബ്ജക്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന മലയാള പദം. സബ്ജക്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന മലയാള പദം. ഓപ്ഷൻ എ, വിഷയം. ഓപ്ഷൻ ബി, വ്യക്തി. ഓപ്ഷൻ സി, പ്രശ്നം. ഓപ്ഷൻ ഡി, സൂചന. എന്താ വരിക? വിഷയം. സബ്ജക്റ്റ് വിഷയം. അടുത്തത്, ഷീ ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫാഷൻ ഇൻഡസ്ട്രി. ഫാഷൻ വ്യവസായം ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. ഫാഷൻ വ്യവസായത്തിൽ ഒരു കൈ നോക്കാൻ അവൾ തീരുമാനിച്ചു. ഫാഷൻ വ്യവസായത്തിൽ നിന്നു പിന്മാറാൻ അവൾ തീരുമാനിച്ചു. ഓപ്ഷൻ ഡി, ഫാഷൻ വ്യവസായത്തിൽ തന്നെ തുടരാൻ അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫാഷൻ ഇൻഡസ്ട്രി. ഏതാ വരിക? ഫാഷൻ വ്യവസായത്തിൽ ഒരു കൈ നോക്കാൻ അവൾ തീരുമാനിച്ചു. ഫാഷൻ വ്യവസായത്തിൽ ഒരു കൈ നോക്കാൻ അവൾ തീരുമാനിച്ചു. അടുത്തത്, when I met her in 1975, she had been working there for 4 years. When I met her in 1975. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി മെറ്റ്, പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? ഓപ്ഷൻ നോക്കാം. 1975 ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ അവിടെ 4 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. 1975 അവിടെ 4 വർഷം ജോലി ചെയ്തതിൽ പിന്നെയാണ് ഞാൻ അവളെ കണ്ടത്. 1975 ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ അവിടെ 4 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. 1975 ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ അവിടെ 4 വർഷത്തെ ജോലി പൂർത്തിയാക്കിയിരുന്നു. അപ്പം when I met her in 1975, she had been working there for 4 years. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. 1975 ഞാൻ അവളെ കണ്ടപ്പോൾ, when I met her in 1975, അവൾ അവിടെ 4 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. She had been working there for 4 years. ജോലി ചെയ്യുകയായിരുന്നു. അടുത്തത്, he didn't carry out the promise. അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല. അയാൾ ആ സ്വപ്നം നടപ്പാക്കിയില്ല. അയാൾ തൻ്റെ ചുമതല നിറവേറ്റിയില്ല. അയാൾ ആ വാഗ്ദാനത്തിൽ നിന്നു പിന്മാറിയില്ല. He didn't carry out the promise. Promise എന്താ? വാഗ്ദാനം. ഒരു വാക്ക് കൊടുക്കലാണ് പ്രോമിസ് അല്ലേ? അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല. ഓപ്ഷൻ എ ആണ് വരുന്നത്. അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല. അടുത്തത്, പാമിസ്ട്രി എന്ന പദത്തിന് ഉചിതമായ മലയാള പദം ഏത്? പാമിസ്ട്രി എന്ന പദത്തിന് ഉചിതമായ മലയാള പദം. ഹസ്തരേഖാ ശാസ്ത്രം, മുഖലക്ഷണ ശാസ്ത്രം, ജ്യോതിശാസ്ത്രം, നാഡീശാസ്ത്രം. പാമിസ്ട്രി എന്നാൽ ഹസ്തരേഖാ ശാസ്ത്രമാണ്. പാമിസ്ട്രി ഹസ്തരേഖാ ശാസ്ത്രം. അടുത്തത്,
പീപ്പിൾസ് പ്ലാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പീപ്പിൾസ് പ്ലാൻ ഏതാ വരുന്നത്? ജനകീയാസൂത്രണം. പീപ്പിൾസ് പ്ലാൻ ജനകീയാസൂത്രണം. അടുത്തത് ശരിയായ തർജ്ജമ എഴുതുക. I was one among the rank holders. I was one among the rank holders. ഞാൻ റാങ്കു ജേതാക്കളിൽ ഒരാളാണ്. ഞാൻ റാങ്കു ജേതാക്കളുടെ ഒപ്പമുണ്ട്. ഞാൻ റാങ്കു ജേതാക്കളിൽ ഒരാളായിരുന്നു. റാങ്കു ജേതാക്കൾ എൻ്റെ കൂടെയുണ്ട്. I was one among the rank holders. ഞാൻ റാങ്കു ജേതാക്കളിൽ ഒരാളായിരുന്നു. ഞാൻ റാങ്കു ജേതാക്കളിൽ ഒരാളായിരുന്നു. അടുത്തത് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്. സകല ദോഷത്തിൻ്റെയും ഹേതു ധനമായിരിക്കും. ധനം ദോഷത്തിലേക്ക് നയിക്കുന്നു. ധനമില്ലെങ്കിൽ ദോഷവുമില്ല. സകല ദോഷത്തിൻ്റെയും ഉറവിടം ധനമാണ്. ഏതാ വരുന്നത്? സകല ദോഷത്തിൻ്റെയും ഉറവിടം ധനമാണ്. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്. അടുത്തത് സുരേഷ്, ടുഡേ യു മസ്റ്റ് ജോയിൻ വിത്ത് us ഫോർ ലഞ്ച്. ടുഡേ യു മസ്റ്റ്. സുരേഷ് ടുഡേ യു മസ്റ്റ് ജോയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഇന്ന് ഉച്ചയൂണിന് ഞങ്ങളോടൊപ്പം കൂടും. സുരേഷ് ഇന്ന് ഉച്ചയൂണ് ഞങ്ങളോടൊപ്പം നീ കഴിക്കണം. സുരേഷും നിങ്ങളും ഇന്ന് ഞങ്ങളോടൊപ്പം ഉച്ചയൂണ് കഴിക്കണം. ഇന്ന് സുരേഷ് ഞങ്ങളോടൊപ്പം ഉച്ചയൂണിനുണ്ടാകും. യു മസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? സുരേഷ് ഇന്ന് ഉച്ചയൂണ് ഞങ്ങളോടൊപ്പം നീ കഴിക്കണം. യു മസ്റ്റ് ഞങ്ങളോടൊപ്പം നീ കഴിക്കണം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് പരിഭാഷകൾ ഇനിയും പഠിച്ചെടുക്കാനുണ്ട്. മുൻവർഷ ചോദ്യങ്ങളായും നിങ്ങൾക്ക് ഇനി വരാനുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേ പരിഭാഷകൾ ഇനിയും പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 രീതിയിലാണ് പരിഭാഷ വരുന്നത്. ഒന്ന് ശൈലികളായിട്ടും ചോദിക്കാറുണ്ട്. 2 ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം, ശരിയായിട്ടുള്ള വിവർത്തനം എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സെൻറ്റൻസും പഠിച്ചു വെക്കുക, അതുപോലെ മലയാളത്തിലുള്ള വാക്യവും പഠിച്ചു വെക്കുക. എല്ലാം അറിഞ്ഞു വെക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതാവട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.